നമസ്കാരം. നമ്മൾ ഒഴിവിലൊടുക്കത്തിൻ്റെ 195 മുതലുള്ള വെൺപാകളാണ് ഇന്ന് ചിന്തിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു ഇന്ദ്രിയങ്ങൾ, അതായത് കരുവികളുമായുള്ള ബന്ധം നമ്മൾ വിച്ഛേദിക്കുമ്പോൾ ആത്മാവിന് ഈ കരുവികളുമായിട്ടും ശരീരാദികളുമായി ബന്ധമില്ല എന്നറിയുമ്പോൾ തന്നെ നമ്മൾ ഈ ആത്മസ്വരൂപത്തിലേക്ക് ഉയരുകയാണ്. ഇന്നുള്ള വെൺപാകളിൽ ഈ ആത്മജ്ഞാനമുണ്ടാകുന്ന ആളിന് എന്തൊക്കെ ശരീരത്തിനും മനസ്സിനും എന്തൊക്കെ വ്യത്യാസങ്ങളാണ് വരുന്നത് എന്ന് ചിന്തിക്കുകയാണ്. നമുക്കറിയാം, ഒഴിവിലൊടുക്കമെന്ന ഗ്രന്ഥം മഹാജ്ഞാനിയായ കണ്ണുടയ വെള്ളലാർ എഴുതിയതാണ്. അദ്ദേഹം മഹാത്മാവായ തിരുജ്ഞാന സംബന്ധരുടെ ശിഷ്യരായിരുന്നു. ഈ ഗ്രന്ഥം മലയാളക്കരയിൽ പ്രസിദ്ധമല്ലായിരുന്നു. എന്നാൽ ശ്രീനാരായണ ഗുരു ഒരു ദിവസം കല്ലടയാറ്റിൽ കൂടി വള്ളത്തിൽ യാത്ര ചെയ്ത സമയത്ത് തൻ്റെ ഗൃഹസ്ഥ ശിഷ്യന്മാരായ മറവൂർ ഭാസ്കരൻ നായർ തുടങ്ങിയവർക്ക് ഈ ഗ്രന്ഥം ഉപദേശിക്കുകയും അവരിത് കുറിച്ചെടുക്കുകയും അങ്ങനെ ഈ ഗ്രന്ഥം മലയാളക്കരയിൽ പ്രസിദ്ധമായി തീരുകയും ചെയ്തു. നമുക്കാദ്യം ഈ വെൺപ ഒന്ന് നോക്കാം, അതിനുശേഷം ഇതിൻ്റെ അർത്ഥം ചിന്തിക്കാം. വേർക്കും വിഴിതതുമ്പും പൊയ്യറിയിന്മേയ് വിതുമ്പി ആർക്കും വിറയ്ക്കുമരുളുതിപ്പിൻ വാക്കുമന നിன்று പരിപൂരണമായി നേയത്തെ കാർക്കതമായി കണ്ട്രിപ്പുളകിതമാം കാൺ. വേർക്കും, അതായത് ഈ അനുഭവമൊക്കെ ഉണ്ടാവുമ്പോൾ വിയർക്കും, വിഴി തതുമ്പും, കണ്ണ് നിറയും, പൊയ്യറിയിൻ മിഥ്യയെന്നറിയുമ്പോൾ ഈ കാണപ്പെടുന്ന പ്രപഞ്ചാദികൾ മിഥ്യയാണ്, അതിൽ സത്യം ഒന്നും തന്നെ ഇല്ല, വെറും ഭ്രമാത്മകമായ കാഴ്ചകൾ മാത്രമാണ് ഈ കാണുന്ന പ്രപഞ്ചം. സത്യത്തിനൊരു കേടുപാടും സംഭവിക്കുന്നില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ ഈ ശരീരത്തിന് ഈ വക വ്യത്യാസങ്ങളൊക്കെ വന്നു ചേരും. മെയ് വിതുമ്പി ആർക്കും വിറയ്ക്കും, ശരീരമൊക്കെ വിതുമ്പി വിറയ്ക്കും, ഒരു ചെറിയ വിറയലൊക്കെ അനുഭവപ്പെടും. അരുളുദിപ്പിൻ, ഈ അരുള്, ഈ സത്യം ഇങ്ങനെ അനുഭവപ്പെടുമ്പോൾ, ഈ പ്രപഞ്ചം മിഥ്യയാണെന്നറിയുമ്പോൾ ഈ മാതിരി വ്യത്യാസങ്ങൾ ശരീരത്തിനും മനസ്സിനുമൊക്കെ ഒരു കുളിർമ, ഒരു വിറയൽ, ഇതൊക്കെ അനുഭവപ്പെടും. വാക്ക് മന നിன்று, ഇന്ദ്രിയങ്ങളും മനസ്സുമൊക്കെ നിൽക്കും, അതൊന്നും ഫങ്ഷൻ ചെയ്യാതെ സ്റ്റാൻഡ് സ്റ്റില്ലായിട്ട് ഈ അന്ധക്കരണവൃത്തി അഖണ്ഡാകാരമാകുകയാണ്. അങ്ങനെ അഖണ്ഡാകാരമാകുമ്പോൾ അകവും പുറവും ബ്രഹ്മാനുഭവം മാത്രമാകും. അപ്പോൾ ഇന്ദ്രിയങ്ങളും മനസ്സുമൊക്കെ നിൽക്കും. വാക്ക് മന നിன்று പരിപൂരണമായി, പൂർണ്ണമായിട്ടും ബ്രഹ്മം മാത്രം, ദ്വൈതത്തിൻ്റെ കണിക പോലും ഇല്ലാത്ത യാതൊരു വസ്തു, മറ്റ് വസ്തുക്കളൊന്നുമില്ലാത്ത, ത്രിപുടിയില്ലാത്ത, അനുഭവിക്കുന്നവൻ അനുഭവപ്പെടുന്ന വസ്തു എന്നുള്ള ഭേദമില്ലാതെ പരിപൂർണമായി നിൽക്കുമ്പോൾ നേയത്തെ കാർക്കതമായി ഒരു ശബ്ദം ഉണ്ടാകുന്നത് പോലെ, മേഘം ഗർജിക്കുന്നത് പോലെ, അല്ലെങ്കിൽ മേഘമിരമ്പുന്നത് പോലുള്ള ഒരു അനുഭവമൊക്കെ ഉണ്ടാവും. പുളകിതമാം കാൺ. അപ്പോൾ അങ്ങനെ അതിൽ പുളകിത ഗാത്രനായിട്ട്, രോമാഞ്ചമുണ്ടായവനായിട്ട് ഈ ലോകത്ത് സഞ്ചരിക്കാൻ കഴിയും. നമ്മൾ മലയാളത്തിലും കണ്ടിട്ടുണ്ട് ഈ ശബ്ദം, അനുഭവ സമയത്ത് ഈ ശബ്ദം ഉണ്ടാകുന്നത് പോലുള്ള അനുഭവം. ധ്വനിമയമായി ഗഗനം ജ്വലിക്കുമന്നാൾ
അണയുമതിങ്കലശേഷദൃശ്യജാലം പുനരവിടെ ത്രിപുടിക്കു പൂർത്തി നൽകും സ്വനവുമടങ്ങുമിടം സ്വയം പ്രകാശം. ധ്വനിമയമായി ഗഗനം ജ്വലിക്കും. അപ്പോൾ ഈ ചിതാകാശത്തിൻ്റെ അനുഭവം ഉണ്ടാവും. അപ്പോൾ ഈ ആകാശം ഇങ്ങനെ ധ്വനിമയമായി ശബ്ദപൂർണമായിട്ട് അനുഭവപ്പെടും. നമ്മൾ മേഘം ഗർജിക്കുന്നത് പോലെ നമ്മൾ കണ്ടില്ലേ, നേയത്തെ കാർക്കതമായി മേഘം ഇരമ്പുന്നത് പോലെ അല്ലെങ്കിൽ ഗർജിക്കുന്നത് പോലുള്ള അനുഭവം. അപ്പോൾ അങ്ങനെ ആ അനുഭവം ഉണ്ടാകുമ്പോൾ അണയുമതിങ്കൽ അശേഷ ദൃശ്യജാലം, ഈ കാണപ്പെടുന്ന പ്രപഞ്ചമെല്ലാം ഒന്നൊഴിയാതെ നമ്മുടെ ശരീരം ഉൾപ്പെടെ കാണപ്പെടുന്ന ഈ പഞ്ചഭൂതങ്ങളും ഈ ഭൂമിയും സൂര്യനും എല്ലാം തന്നെ അതിലേക്ക് ഈ കാണപ്പെടുന്ന ഈ ചിതാകാശത്തിലങ്ങ് അടങ്ങും. അണയും അതിങ്കലശേഷ ദൃശ്യജാലം, ദൃശ്യം മുഴുവനും ഇല്ലാതാകും. പുനരവിടെ ത്രിപുടിക്കു പൂർത്തി നൽകും സ്വനവുമടങ്ങുമിടം സ്വയം പ്രകാശം. ഈ ത്രിപുടിയും നശിച്ച് അറിയുന്നവൻ, അറിയപ്പെടുന്ന വസ്തു, അതിനെക്കുറിച്ചുള്ള അറിവ് എല്ലാം നശിച്ച് അതടങ്ങി സ്വയം പ്രകാശസ്വരൂപമായിരിക്കുന്ന ബ്രഹ്മം മാത്രമായിട്ട് അവശേഷിക്കുന്ന അവസ്ഥ വന്നു ചേരും. അപ്പോൾ ആ അവസ്ഥ എത്തിച്ചേരുന്നവർക്ക് പുളകിതമാം ഒരു രോമാഞ്ചം അല്ലെങ്കിൽ ഒരു പുളകിതഗാത്രനായിട്ട് അന്തർശീതളയോടുകൂടി ആനന്ദം അനുഭവിക്കുന്ന ആ ഒരു അവസ്ഥ വന്നു ചേരും. പേയെ പെണ്ണൻറിരുந்துം പിത്തളയ്ക്ക് പൊൻതേറ്റ് മായത്തൂണുണ്ട് മനമാണ്ട് മയൽ പോയി തിടുക്കമേ പിത്തായി തെളിമയലാനാർ പോൽ നടക്കും അരുൾ മേലിട്ട നാൾ. എന്താണ്, എങ്ങനെയാണ് ഈ ജ്ഞാനി നടക്കുന്നതെന്ന് പറയാണ്. പേയ പെണ്ണിൻ്റിരുந்துം, ഒരു സാധാരണ ആൾക്കാർക്ക് സുന്ദരിയായ സ്ത്രീയെ കാണുമ്പോൾ കൊള്ളാമെന്ന് തോന്നും. പക്ഷേ ജ്ഞാനികൾക്ക് പേയെ ഇതൊരു പിശാചിനെ പോലെ തോന്നത്തുള്ളൂ. അവർക്ക് പ്രത്യേകിച്ച് അതിൽ യാതൊരു ആകർഷണത്വവും തോന്നുകയില്ല. പേയെ പെണ്ണെன்று പിത്തളയ്ക്ക് പൊൻതേറ്റ്, ഈ പൊന്ന് സ്വർണം കണ്ടാൽ അവർക്ക് പ്രത്യേകിച്ച് മഞ്ഞളിക്കത്തില്ല. പിത്തള സ്വർണത്തേക്കാൾ കൊള്ളാമെന്ന് അവർക്ക് തോന്നും. നമ്മൾ ഗീതയിലും കണ്ടിട്ടുണ്ട്, മൺകട്ടയും സ്വർണവും ഒക്കെ തുല്യമായിട്ട് കാണുന്നവനാണ് ജ്ഞാനി എന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. മായത്തൂണുണ്ട്. അപ്പോൾ മായാവിശപ്പ്, ഈ ശരീരം തന്നെ മായയാണ്. ശരീരത്തിലുള്ള വിശപ്പും മായയാണ്. അപ്പം അങ്ങനെയുള്ള മായാവിശപ്പ് അടക്കാനായിട്ട് എന്തെങ്കിലും കൊടുക്കുക, ഏതെങ്കിലും ആഹാരം കൊടുത്ത് അതിൻ്റെ വിശപ്പടക്കി അവർ ഈ ശരീരത്തെ ഇങ്ങനെ കൊണ്ടു നടക്കും. അപ്പോൾ ഇന്ന ആഹാരം വേണം, ഇന്ന രീതിയിലുള്ള പാനീയം വേണം എന്നൊന്നും അവർക്ക് നിർബന്ധമില്ല. എന്തെങ്കിലുമൊക്കെ കൊടുത്ത് ഈ ശരീരത്തിന് തൃപ്തിപ്പെടുത്തുക. മനമാണ്ട്, മനോനാശം വന്നവരാണവർ. മനസ്സിന് അടിമകളല്ല. സാധാരണ ആൾക്കാർ മനസ്സ് പറയും, അങ്ങനെ ചെയ്യൂ, ഇങ്ങനെ ചെയ്യൂ, അവൻ എന്നെ അപമാനിച്ചു, ഇവനെന്നെ ആദരിച്ചില്ല. ഇങ്ങനെ ഉള്ള എല്ലാ സന്താപങ്ങളും പോയി മനമാണ്ട്. മയൽ പോയി, മായാമയക്കം. ഇപ്പം ആൾക്കാരെല്ലാം ഈ മായയിൽ മയങ്ങിയിരിക്കുകയാണ്. ഈ മായയിൽ മോഹിച്ച്, ഈ മായയിൽ അടിമയായിട്ട്, ആ മായയിൽ മുങ്ങി സത്യമേത് മിഥ്യേതെന്ന് തിരിച്ചറിയാൻ കഴിയാത്തവരായി ശ്രേയോമാർഗത്തെയും പ്രേയോമാർഗത്തെയും കണ്ടെത്തന്നെ തിരിച്ചറിയാൻ പറ്റാത്തവരായിട്ട് ജീവിക്കുന്നവരാണ്. അപ്പോൾ ഈ ജ്ഞാനികൾക്ക് മയൽ പോയി, അവരുടെ മായാമയക്കമൊക്കെ പോയി. തിടുക്കമേ പിത്തായി,
ഒരു ഭ്രാന്തനെ പോലെ, ഈ സത്യം അറിയുന്നത് വരെ ഒരു ഭ്രാന്തനെ പോലെ ഈ സത്യം അറിയാനായി ശ്രമിക്കുകയും അറിഞ്ഞതിന് ശേഷവും പിത്തായി ഒരു ഭ്രാന്തനെ പോലെ തന്നെ, ഉന്മത്തനെ പോലെ ഈ പ്രപഞ്ചത്തെ ഒന്നും ഗൗനിക്കാത്തവനായി തെളിമയലാനാർ പോൽ നടക്കും അരുൾമേലിട്ട നാൾ. അപ്പോൾ ഈ അരുളിനെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേറൊന്നും പ്രശ്നമല്ല, ഇഷ്ടം പോലെ അങ്ങ് നടക്കും. സ്വേച്ഛാചാരമല്ല. പിന്നെ എത്തുന്നിടത്ത് കിടക്കുകയും കിട്ടുന്ന ആഹാരം കഴിക്കുകയും പ്രത്യേകിച്ച് ആരോടും ഒരു മമതയും ഇല്ലാതെ ചിലപ്പോൾ ചിരിച്ചും ചിലപ്പോൾ സംസാരിച്ചും ആനന്ദ തുന്തിതനായിട്ട് അവർ ഈ ലോകത്ത് നടക്കും അരുൾ മേലിട്ട നാൾ. അപ്പോൾ ആ അരുൾ അനുഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അവർ ഈ പ്രകൃതിയുടെ അല്ലെങ്കിൽ വേദത്തിൻ്റെ നിയമങ്ങൾക്കൊന്നും അവർ ബാധകരല്ല. ഇങ്ങനെ ചെയ്യണം, ഡൂസ് ആൻഡ് ഡോൺസ് ഒന്നും അവർക്കില്ല. ഇന്ന ആചാരം ചെയ്യണമെന്നും അവർക്ക് നിർബന്ധമില്ല. ഇന്ന വസ്ത്രധാരണം ഉണ്ടാവണമെന്നുമില്ല. അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഈ ലോകത്ത് വ്യവഹരിച്ചുകൊണ്ട് ആനന്ദ തുന്തിതന്മാരായി മനസ്സിൽ അന്തശീതളയോടുകൂടി എത്തുന്നിടത്ത് വസിച്ചുകൊണ്ട് കാണുന്നവരെ, ഇഷ്ടപ്പെട്ടവരെ അനുഗ്രഹിച്ചുകൊണ്ട് ഈ ലോക സംഗ്രഹാർത്ഥം, ലോകത്തിന് നന്മയെ ചെയ്തുകൊണ്ട് വേനൽക്കാലത്ത് പെയ്യുന്ന മഴ പോലെ ഭൂമിയെ കുളിർപ്പിച്ചുകൊണ്ട് നടക്കും അരുൾമേലിട്ട നാൾ. അങ്ങനെ അരുൾ അനുഭവം ഉണ്ടായിക്കഴിഞ്ഞ ആൾക്കാർ ഇങ്ങനെ ഈ ലോകത്ത് വ്യവഹരിക്കുമെന്ന് ഈ വെൺപ നമ്മെ ഉപദേശിക്കുന്നു.